ഇപ്പോൾ വരുന്നൊരു വാർത്തയിലേക്കാണ്. നിപ്പ പ്രതിരോധ പ്രവർത്തനങ്ങൾ വിലയിരുത്താൻ കേന്ദ്ര സംഘം കോഴിക്കോട്ടെത്തി. നാഷണൽ ഡിസീസ് കൺട്രോൾ സെന്ററിൽ നിന്നും ICMR-ൽ നിന്നുമുള്ള വിദഗ്ധ സംഘമാണ് എത്തിയത്. ദീപക് ധർമ്മടം കോഴിക്കോട് നിന്ന് ചേരുകയാണ്. ദീപക്, ഗുഡ് ആഫ്റ്റർനൂൺ. വിവരങ്ങൾ. ഗുഡ് ആഫ്റ്റർനൂൺ. കേന്ദ്ര സംഘം കോഴിക്കോട് എത്തിക്കഴിഞ്ഞു. അതായത് ICMR-ന്റെ പ്രതിനിധികൾ, അതിലുള്ള വിദഗ്ധരാണ്. മറ്റൊന്ന് NIE-യുടെ പ്രതിനിധികളുമാണ് എത്തിയിരിക്കുന്നത്. ഈ രീതിയിൽ പ്രതിനിധികൾ എത്താൻ കാരണം നിപ്പ വ്യാപനം പ്രത്യേകിച്ചും ഈ 4 തവണകളിലായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ ഉറവിടം കണ്ടെത്തൽ, അതുപോലെ തന്നെ പ്രതിരോധം, നിർമ്മാർജ്ജനം, ഈ ഘട്ടത്തിൽ എന്താണ് കേന്ദ്ര ഏജൻസിക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ളത് പരിശോധിക്കാൻ കൂടിയാണ് ഇത്തരത്തിൽ ഒരു സന്ദർശനം. നേരത്തെ തന്നെ അത് കേരളത്തിൻ്റെ ആരോഗ്യവകുപ്പിനെ അറിയിച്ചിരുന്നു. അവർ കോഴിക്കോട് എത്തിക്കഴിഞ്ഞു. കോഴിക്കോട് എത്തി ഇപ്പോൾ കലക്ട്രേറ്റിൽ എനിക്ക് പുറകിൽ അവർ യോഗം ചേർന്നുകൊണ്ടിരിക്കുകയാണ്. കൺട്രോൾ റൂമിലാണ് യോഗം ചേരുന്നത്. മറ്റൊന്ന്, ജില്ലയുടെ ചുമതലയുള്ള റവന്യൂ മന്ത്രി AP അനിൽകുമാർ എത്തിയിട്ടുണ്ട് കലക്ട്രേറ്റിൽ. കലക്ടറുമായി കൂടിക്കാഴ്ച നടത്തിക്കൊണ്ടിരിക്കുന്നു. മറ്റൊരു പ്രതിഷേധം അല്പം മുൻപുണ്ടായിരുന്നു. അത് ബേപ്പൂർ MLA, അതായത് ഈ നിപ്പ കണ്ടെത്തിയ പ്രദേശം ഉൾപ്പെടുന്ന സ്ഥലത്തിൻ്റെ MLA, ആ MLA കൺട്രോൾ റൂമിൽ ഇരുത്തിക്കൊണ്ട് കണ്ടെയ്ൻമെൻറ്റ് സോൺ വേണമെന്ന ആവശ്യം അദ്ദേഹം ഉന്നയിക്കുന്നു. മറ്റൊന്ന്, ആ കണ്ടെയ്ൻമെൻറ്റ് ആക്കേണ്ട മേഖലയിലുള്ളവരെ കൺട്രോൾ റൂമിൽ നിന്നും വിളിക്കും. അപ്പോൾ ജനപ്രതിനിധിയുടെ സാന്നിധ്യം വേണം, അവർക്കും സംസാരിക്കണം എന്ന ആവശ്യം പറഞ്ഞു. പക്ഷേ എന്നാൽ ആ ആവശ്യം നിരാകരിക്കുകയായിരുന്നു ആരോഗ്യവകുപ്പ് ഉണ്ടായത്. ആരോഗ്യമന്ത്രിയുമായി സംസാരിച്ചു. അതിനുശേഷം അദ്ദേഹം പ്രതിഷേധം അവസാനിപ്പിച്ച് പോവുകയും ചെയ്തു. പക്ഷേ എന്നാൽ കണ്ടെയ്ൻമെൻറ്റ് സോൺ വേണം എന്ന ആവശ്യം അദ്ദേഹം പറഞ്ഞുകൊണ്ടാണ് പുറത്തേക്ക് പോയിരിക്കുന്നത്. ഇതുവരെയും കണ്ടെയ്ൻമെൻറ്റ് സോൺ പ്രഖ്യാപിക്കപ്പെട്ടിട്ടില്ല. ഇപ്പോൾ കേന്ദ്ര സംഘത്തിൻ്റെ വിലയിരുത്തലിന് ശേഷമായിരിക്കും മറ്റു തുടർ നടപടികൾ എന്നുള്ളതാണ് ആരോഗ്യവകുപ്പിൽ നിന്നും അറിയാൻ സാധിച്ചത്. ക്രിസ്റ്റീന. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.